2016 മാർച്ച് 6 നമ്മളെയെല്ലാം സങ്കടത്തിലാഴ്ത്തി നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്ക് കുന്നിശ്ശേരി വീട്ടിൽ പരേതനായ രാമൻ്റെയും അമ്മിണിയുടെയും മകനായി 1971 പുതുവത്സര ദിനത്തിലായിരുന്നു മണിയുടെ ജനനം. രാമൻ അമ്മിണി ദമ്പതികളുടെ 7 മക്കളിൽ 6ാമൻ. കടുത്ത ദാരിദ്ര്യത്തിലാണ് മണിയുടെ ബാല്യകാലം. സ്കൂൾ പഠനകാലത്ത് പഠനമൊഴികെ എല്ലാ വിഷയത്തിലും മണി മുന്നിലായിരുന്നു. പഠന വൈകല്യത്തെ തുടർന്ന് അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠനം നിർത്തി. തുടർന്ന് തെങ്ങുകയറ്റക്കാരനായും മണൽവാരൽ തൊഴിലാളിയായും അദ്ദേഹം ഉപജീവനമാർഗം കണ്ടെത്തി. ഇടയ്ക്ക് പൊതുപ്രവർത്തകനായും അദ്ദേഹം കടന്നു വന്നു. പിന്നീട് ചാലക്കുടി ടൗണിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മണി ജോലി നോക്കി. ഇതിനിടയിലാണ് അദ്ദേഹം കലാഭവൻ മിമിക്സ് ട്രൂപ്പിൽ ചേരുന്നത്. ജയറാം, ദിലീപ്, നാദിർഷാ, സലിംകുമാർ തുടങ്ങിയ പിൻകാല പ്രശസ്തർ പലരും കലാഭവനിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തും ഇവർ ഒരുപാട് വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചു. മലയാള സിനിമാ നടൻ, തമിഴ്, തെലുങ്ക് മുതലായ മറ്റ് തെന്നിന്ത്യൻ ഭാഷാ സിനിമകളിലും അഭിനയിച്ചു വന്നിരുന്ന ഇദ്ദേഹം കലാഭവൻ മിമിക്സ് പരേഡിലൂടെയാണ് കലാരംഗത്ത് സജീവമായത്. കോമഡി വേഷങ്ങളിലൂടെ സിനിമയിൽ തുടക്കമിട്ടു. പിൻകാലത്ത് നായകനായി വളർന്നു. 1995 സിബിമലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന ചിത്രത്തിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷം ചെയ്തുകൊണ്ടാണ് മണി ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത്. അക്ഷരം എന്ന ചിത്രത്തിലൂടെയാണ് മണി ചലച്ചിത്ര ലോകത്തെത്തിയെങ്കിലും സുന്ദർദാസ് ലോഹിതദാസ് കൂട്ടുകെട്ടിൻ്റെ സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പൻ്റെ വേഷമാണ് മണിയെ മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനാക്കിയത്. തുടക്കത്തിൽ സഹനടനായി ശ്രദ്ധ നേടിയ ശേഷം പിന്നീട് നായക വേഷങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു. പിൻകാലത്ത് നായകനായി വളർന്നു. നാടൻ പാട്ടുകളുടെ അവതരണം, ആലാപനം എന്നിവയിലും കഴിവ് തെളിയിച്ചു. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പാടിപ്രചരിച്ചിരുന്ന നാടൻ പാട്ടുകളും പുതിയ തലമുറയിലെ സിനിമാ സംഗീതത്തിന് സമാന്തരമായി. പ്രമുഖ ഗാനരചയിതാക്കൾ എഴുതിയ നാടൻ വരികളും നാടൻ ശൈലിയിൽ തന്നെ അവതരിപ്പിച്ചായിരുന്നു മണിയുടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. 1999, 2000 വർഷത്തിൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരം, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ഫിലിംഫെയർ അവാർഡ് എന്നിവ കരസ്ഥമാക്കി. 2002 ജെമിനി എന്ന തമിഴ് ചിത്രത്തിലും 2007 ചോട്ടാ മുംബൈ എന്ന മലയാള ചിത്രത്തിലും മികച്ച വില്ലനുള്ള അവാർഡ് മണിയെ തേടിയെത്തി. പിന്നീട് 2014 ഭരത് ഗോപി ഫൗണ്ടേഷൻ പുരസ്കാരവും മണിക്ക് ലഭ്യമായി. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങളിലെ മണിയുടെ പ്രകടനം പ്രേക്ഷകരുടെ പ്രശംസ ഏറെ പിടിച്ചുപറ്റി. 2009 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കാരിൽ ചൽച്ചുണ്ടൻ്റെ അമരക്കാരനായും ഇദ്ദേഹം ശ്രദ്ധേയനായി. 1999 മണി വിവാഹിതനായത്. നിമ്മിയാണ് ഭാര്യ. ശ്രീലക്ഷ്മി വേഗം മകളാണ്. 2016 മാർച്ച് 6 കരൾ സംബന്ധമായ രോഗകാരണങ്ങളാൽ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ കലാഭവൻ മണി അന്തരിച്ചത്. മണിച്ചേട്ടൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ 1000 പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.